എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്മിതൂസ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നല്ലൊരു തോരൻ റെസിപ്പിയാണ് തയ്യാറാക്കുന്നത്. ഈ ഒരു തോരനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 2 പാവയ്ക്കയാണ്. ഇത് നമുക്ക് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഈ ഒരു പാവയ്ക്കയോടൊപ്പം എരിവിനനുസരിച്ചുള്ള പച്ചമുളക്, 2 സവാള, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കാം. ഞാനിപ്പം കഴുകി വൃത്തിയാക്കി അതിനകത്തെ സീഡെല്ലാം കളഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തോരനൊക്കെ ചെറുതായി അരിഞ്ഞെടുക്കാവുന്നതാണ്. ഞാൻ എപ്പോഴും ചെറുതായി തന്നെയാണ് തോരനൊക്കെ അരിഞ്ഞെടുക്കുന്നത്. കനം കുറച്ച് ചെറുതായി അരിഞ്ഞെടുക്കും. നമുക്കെങ്ങനെയാണോ ഇഷ്ടമുള്ളത് അങ്ങനെ അരിഞ്ഞെടുക്കാവുന്നതാണ്. പാവയ്ക്കയെല്ലാം ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് കൈവച്ച് യോജിപ്പിച്ച് ഇതിനെ നമുക്ക് മാറ്റി വെച്ചിരിക്കാം. ഒരു 10-15 മിനിറ്റ് ഞാൻ അങ്ങനെ തന്നെ പാവയ്ക്കൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയും ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, പച്ചമുളക്, ഇഞ്ചി ഇതെല്ലാം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഈ ഒരു പാവയ്ക്കയിലേക്ക് ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങയാണ്. ഞാനിപ്പം അരമുറി തേങ്ങയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നമുക്ക് എന്തുമാത്രം തേങ്ങ ചേർക്കണം അതിനനുസരിച്ചുള്ള തേങ്ങ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇതിനെല്ലാം കൂടെ പെട്ടെന്ന് തന്നെ നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് കറിവേപ്പിലയാണ്. കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് നേരെ നമുക്കിത് അടുപ്പത്തേക്ക് വെക്കാം. വേറെ ഒന്നും ഞാനിതിനകത്ത് ഒരു മസാലപ്പൊടികളും ഞാൻ ഇതിനകത്ത് ചേർക്കുന്നില്ല കേട്ടോ. അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഞാനകത്ത് അധികം വെള്ളമോ ഒന്നും ഒഴിക്കുന്നില്ല. വെള്ളം ആവശ്യമുണ്ടെങ്കിൽ മാത്രം കുറച്ച് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പം പക്ഷേ ഇതിനകത്ത് വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. ഞാനിതൊന്ന് വേവിച്ചെടുക്കാൻ പോവാണ്. ആവി കയറി വന്നപ്പോൾ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്നേരമൊരു ശകലം വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. ഞാനൊരു 2 ടേബിൾ സ്പൂൺ മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. നോക്കിയിട്ട് മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. വെള്ളം ആവശ്യമില്ലെങ്കിൽ ചെറുതീയിൽ വെച്ച് മാത്രം വേവിച്ചെടുക്കുക. ഒട്ടും വെള്ളം ഒഴിക്കണമെന്നില്ല. ഇനി അഥവാ ഒരുപാട് അങ്ങ് ഡ്രൈ ആവുകയാണെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ മാത്രം വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് വീണ്ടും ഇത് അടച്ചു വെച്ച് വേവിക്കാം. പാവയ്ക്ക ഈ ഒരു സമയത്ത് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഞാനിതിലേക്ക് ഒരു പകുതി മാങ്ങ ഞാൻ ഇട്ട് കൊടുക്കുവാണെങ്കിൽ അധികം പുളിയില്ലാത്ത മാങ്ങ നോക്കി വേണം ഇട്ട് കൊടുക്കാൻ. പച്ചമാങ്ങയാണ് ഇട്ട് കൊടുക്കേണ്ടത്. ചെറുതായിട്ടൊന്ന് വാടിയിട്ടുള്ളതുകൊണ്ട് ആ കളറിലിരിക്കുന്നത്. പച്ചമാങ്ങ വേണം ഇട്ട് കൊടുക്കാൻ. അതും പുളിയുള്ളത് ഒരുപാട് ഉപയോഗിക്കരുത്. അധികം പുളിയില്ലാത്ത മാങ്ങ വേണം ഉപയോഗിക്കാൻ. അതും ഞാൻ ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്നുകൂടെ അടച്ച് വെച്ച് ആവി കഴിച്ചെടുക്കുവാണേ. മാങ്ങ ഒരുപാട് വെന്ത് പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നിങ്ങൾക്ക് ഒരുപാട് മാങ്ങ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ മുൻപ് തന്നെ ഇതിനെ ഇട്ട് കൊടുക്കുക. ഞാനിപ്പം ആവി കഴിച്ചെടുത്തത് മാത്രമേ ഉള്ളൂ കേട്ടോ. 1 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചു. എന്നിട്ട് വീണ്ടും ഞാൻ അത് അടപ്പ് മാറ്റുകയാണേ. മാങ്ങ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരുപാട് പുളിയുള്ള മാങ്ങ എടുക്കരുത്. പുളി കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പാവയ്ക്ക ഒട്ടും ടേസ്റ്റി ആവില്ല. അതുകൊണ്ട് തന്നെ അധികം പുളിയില്ലാത്ത മാങ്ങ നോക്കി വേണം ഉപയോഗിക്കാൻ. ഇനി മാങ്ങ വേണ്ടാന്നുള്ളവർക്ക് പച്ചത്തക്കാളി ഉണ്ടല്ലോ, അതായാലും ഉപയോഗിച്ചാൽ മതിയേ. പാവയ്ക്ക വെക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ പച്ചത്തക്കാളിയും കൂടെ അരിഞ്ഞ് കൊടുത്ത് വെച്ചിരുന്നാൽ മതി. തക്കാളി ഉപയോഗിക്കേണ്ടവർക്ക് തക്കാളി ഉപയോഗിക്കാം. മാങ്ങ വേണ്ടവർക്ക് മാങ്ങയും ചേർത്ത് കൊടുക്കാവുന്ന. അങ്ങനെ ഇനി മാങ്ങയും തക്കാളി ഒന്നും വേണ്ടാന്നുണ്ടെങ്കിൽ അല്ലാതെ തന്നെ ബാക്കിയുള്ള ചേരുവകളെല്ലാം ചേർത്ത് ഈ ഒരു രീതിയിൽ തന്നെ തോരൻ തയ്യാറാക്കിക്കോളൂ. ഞാനകത്ത് അധികം എണ്ണയൊന്നും ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. അധികം നല്ല ലാസ്റ്റിൽ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ മാത്രമാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. അല്ലാതെ ഒട്ടുമേ എണ്ണ ഇതിനകത്ത് ഞാൻ ഉപയോഗിച്ചിട്ടില്ല. അല്ലാതെ ഒരു മസാലപ്പൊടികളും ഇതിനകത്ത് ഇട്ടിട്ടേ ഇല്ല കേട്ടോ. നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പാവയ്ക്കാത്തോരൻ തയ്യാറായി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പാവയ്ക്കാത്തോരൻ തയ്യാറാക്കുമ്പോൾ ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്, പുളിയില്ലാത്ത മാങ്ങ വേണം ഉപയോഗിക്കാൻ. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരൻ തയ്യാറായിട്ടുണ്ട്. എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.